പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറഞ്ഞ് കൊച്ചി നഗരം. നഗരത്തിലെ മാലിന്യ നീക്കം 3 മാസത്തോളമായി നിലച്ചിരിക്കുകയാണ്. പ്ലാസ്റ്റിക് മാലിന്യ നീക്കത്തിന് കരാർ ഏറ്റെടുത്ത കമ്പനിക്ക് കൊച്ചി കോർപ്പറേഷൻ കുടിശ്ശിക വരുത്തിയതാണ് മാലിന്യ നീക്കം നിലയ്ക്കാൻ കാരണം. കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നഗരം വീണ്ടും മാലിന്യങ്ങൾ കൊണ്ട് നിറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് മാറുന്നത്. പലയിടത്തും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂനകളായി മാറിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ജനം ടിവി തന്നെ റിപ്പോർട്ട് നിരന്തരം ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസവും നമ്മൾ ഇതിന്റെ ദൃശ്യങ്ങൾ സഹിതം മുന്നോട്ട് വെക്കുകയും ചെയ്തു. ഈ ഒരു പ്രധാനപ്പെട്ട വിഷയം കൊച്ചി കോർപ്പറേഷൻ മേയറോടക്കം ഇക്കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അത്തരമൊരു സാഹചര്യം നിലവിലില്ല, വേസ്റ്റുകൾ യഥാസമയം നീക്കുന്നുണ്ട് എന്ന കാര്യമാണ് പറയുന്നത്. എന്നാൽ ഉദ്യോഗസ്ഥർ പ്രധാനമായും പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇത് നീക്കം ചെയ്യുന്നതിന് വേണ്ടി കരാർ ഏറ്റെടുത്തിരിക്കുന്ന കമ്പനിക്ക് പണം നൽകുന്നതിൽ ഉണ്ടായ ഒരു കാലതാമസം, അതുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ മാലിന്യങ്ങൾ നീക്കം ചെയ്യാതിരുന്നത്. ഇപ്പോൾ സാധാരണ നിലയിലായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഇത്തരത്തിലാണ് ഈ കൊച്ചി നഗരത്തിലെ മാലിന്യങ്ങൾ, പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂനകളായി കിടക്കുന്നത്. നേരത്തെ എങ്ങനെയായിരുന്നോ കൊച്ചി നഗരത്തിൽ മാലിന്യങ്ങൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി മാറിയിരുന്നത്, അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. കുട്ടപ്പായി റോഡിലാണ്, എറണാകുളം മാർക്കറ്റിനടുത്തുള്ള ഇവിടെയാണ് ഈ മാലിന്യ കൂമ്പാരങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിലൂടെ ദിവസവും കടന്നു പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ ഇത് വലിയൊരു പ്രശ്നമായി മാറുകയും ചെയ്തിട്ടുണ്ട്. വലിയ പ്രതികരണങ്ങൾ എല്ലാം സാധാരണ ജനങ്ങളിൽ നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ഈ ഒരു മാലിന്യം കുറെ കാലങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുകയല്ലേ? ഇതിപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു 1.5 മാസത്തിന് മുകളിലായി. ആദ്യം ഒരു ലോഡ് കൊണ്ടുവന്നിട്ടു. അപ്പോൾ ഞങ്ങൾ സ്ഥിരം ഇവിടെ ഉള്ള ആളുകളായ എൻ്റെ പേരിൽ ചോദിച്ചു പറഞ്ഞു, ഇന്ന് ഈ വണ്ടിക്ക് വേറെ ഒരു വർക്ക് വന്നു, അതുകൊണ്ട് ഞങ്ങൾ നാളെ രാവിലെ എടുക്കും. അപ്പോൾ പിന്നെ ഇടുന്നതെല്ലാം വൈകുന്നേര സമയങ്ങളിലാണ്. അപ്പോൾ കോവിഡ് വന്ന സമയത്താണെന്ന് ഏറ്റവും വലിയ വിഷയം. അത് മാറി ഒന്ന് ക്ലീനാക്കി വന്നപ്പോഴത്തേനും നിരന്തരം ഇത് തന്നെ. അപ്പോൾ ഇന്നലെ ഞാൻ കോർപ്പറേഷനായിട്ട് ഞാൻ സംസാരിച്ച് പറഞ്ഞു, അത് വണ്ടിക്കുണ്ടായ ബ്രേക്ക് ഡൗൺ ആണ്, കംപ്ലൈൻ്റ് ആണ്, 2 വണ്ടി വർക്ക്ഷോപ്പിലാണ്. ഈ പറയുന്നതെല്ലാം കള്ളത്തരാ. ഇതിൽ സത്യത്തിൽ കരാറ് കാലങ്ങളായിട്ട് എടുത്തിരിക്കുന്ന കമ്പനികളാണ്. ആ കമ്പനിയും കോർപ്പറേഷനുമായിട്ടുള്ള മറ്റു രൂപത്തിലുള്ള ബന്ധങ്ങളുണ്ട് അവർക്ക്. അതായത് 10 വണ്ടി ഓടുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിൽ 5 വണ്ടിയായിരിക്കും ഓടുന്നത്. ഇത് വർഷങ്ങളായിട്ട് കോർപ്പറേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതിയാണ്. അപ്പോൾ ഈ വിളിച്ച് ചോദിക്കുമ്പോൾ പറയുന്നത് വണ്ടി കംപ്ലൈൻ്റ് എന്ന് പറയുന്നത്. സത്യത്തിൽ ഇപ്പോൾ പുറത്തു വരുന്ന ന്യൂസ് എന്താണെന്ന് വെച്ചാൽ കരാറ് കമ്പനിക്ക് പണം കൊടുത്തിട്ടില്ലെന്ന് പറയുന്നു. പക്ഷേ ആ കരാറ് കമ്പനി എന്തുകൊണ്ട് എന്നാൽ വണ്ടി ഓടിക്കാൻ തയ്യാറാവും? അവരും തൊഴിലാളികളല്ലേ, അതിൽ പണിയെടുക്കുന്ന തൊഴിലാളികളല്ലേ. അപ്പോൾ ഈ തൊഴിലാളികളുടെ കാര്യങ്ങൾ വരുമ്പോൾ കമ്പനിക്ക് പണം കിട്ടില്ല എന്ന് പറയുകയും, മറിച്ച് കോർപ്പറേഷനോട് ഒരു പബ്ലിക് ചോദിക്കുമ്പോൾ പറയുന്നത് വണ്ടി ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നു. ഇന്നലെ ഇത് തന്നെ സംഭവിച്ചു. അപ്പോൾ ഈ കിടക്കുന്ന ഈ വീട്ടുകാരെല്ലാം രാവിലെ എണിച്ച് വരുന്ന, ആദ്യം കാണുന്നതും കഷ്ടപ്പെടുന്നതെല്ലാം ഇവരെല്ലാം നമ്മുടെ അടുത്ത് ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. ഇത് ചോദിച്ച് ചെല്ലുന്ന, ഇന്നിപ്പോൾ ഈ ഒരു വിഷല് സംഭവിച്ച് നാളെ അല്ലെങ്കിൽ ഇന്ന് ഇത് പുറത്തു വന്നാൽ നാളെ ആ വണ്ടി കിടക്കുന്നതിൻ്റെ അവിടെ ഒരു ലോഡ് കൊണ്ട് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത് ജനങ്ങളോടുള്ളൊരു വെല്ലുവിളിയാണ്. ഇത് ഇവിടെ ഭരണമൊന്നും നടക്കുന്നില്ല. ഇപ്പോൾ മഴയത്ത് തന്നെ നടന്നത് നമുക്കറിയാം. കോടിക്കണക്കിന് 5 കോടി 7 കോടി ഇട്ട് മുടക്കിയിട്ടാണ് 2-3 കാന ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ. എന്താ ക്ലീൻ ഉണ്ടാക്കുന്നത്? ഇത് തന്നെ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അദ്ദേഹം സംസാരിച്ചതുപോലെ തന്നെ ഈ ഒരു പരിസരത്തുള്ള വീടുകളൊക്കെ നമുക്ക് ഇവിടെ കാണാം. അവരെല്ലാം എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത് എന്ന കാര്യം. പരാതി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം മാലിന്യത്തിന്റെ അളവ് കൂടുന്നു എന്നതാണ് ഒരു അനുഭവമായി മാറുകയും ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇക്കാര്യത്തിൽ കരാറുകാരും കൊച്ചി നഗരസഭയും എല്ലാം തമ്മിൽ നടത്തുന്ന ചില ഒത്തുകളികളുണ്ട്. പണത്തിന്റെ കാര്യത്തിലും ഫണ്ട് വിനിയോഗത്തിലും എല്ലാം തന്നെ അത്തരത്തിലുള്ള വലിയൊരു ആരോപണം ഇക്കാര്യത്തിൽ ഉയരുകയും ചെയ്യുന്നുണ്ട്. ഇത് എങ്ങനെയാ വലിയൊരു ബുദ്ധിമുട്ടായി തന്നെ മാറുകയല്ലേ? വലിയ ബുദ്ധിമുട്ടായിട്ട് മാറുകയാണ് മാലിന്യ പ്രശ്നം. നമ്മളെ പോലുള്ള ഈ പാസ് ചെയ്ത് പോകേണ്ട ആളുകൾക്കൊക്കെ ഞങ്ങൾ സ്ഥിരം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. പാസ് ചെയ്യുന്ന ആളുകൾക്കും ജനങ്ങൾക്കും ബുദ്ധിമുട്ടാണ്, ഇവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്, അടുത്ത വീട്ടുകാർക്കും ബുദ്ധിമുട്ടാണ്. ഇത് ക്ലബ്ബാണ്. ഓക്കെ, ക്ലബ്ബാണ്. ഡെയിലി ആളുകൾ വന്ന സ്ഥലമാണ്. തീർച്ചയായും ഇവരെല്ലാം പറഞ്ഞ ഒരു പൊതുവായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇത് 1.5 മാസത്തോളമായി ഈ മാലിന്യങ്ങൾ ഇവിടെ കൂട്ടിയിട്ടത് ഇവർ കാണുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് എന്നാണ് പറയുന്നത്. എന്നാൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളല്ല, അതിനുമപ്പുറം ഭക്ഷണാവശിഷ്ടങ്ങൾ അടക്കം ഇക്കൂട്ടത്തിൽ ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലാണ് തെരുവ് നായ്ക്കളെല്ലാം ഇവിടെയുണ്ട്. നമ്മളെ കഴിഞ്ഞ ദിവസം പകർത്തിയ ദൃശ്യങ്ങളിലടക്കം ഇവിടെ തെരുവ് നായ്ക്കൾ കൂട്ടമായി നിൽക്കുന്നത് കാണാമായിരുന്നു. ഇവിടെ നിന്ന് ഭക്ഷണാവശിഷ്ടങ്ങൾ കഴിക്കുന്നത് കാണാമായിരുന്നു. അപ്പോൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാത്രമല്ല കുമിഞ്ഞുകൂടിയിരിക്കുന്നത്. ഇത് ദിവസങ്ങളോളം കിടക്കുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെ, കൃത്യമായി ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാക്കാൻ കഴിയുന്ന മാലിന്യങ്ങൾ തന്നെയാണ് ഇത്തരത്തിൽ കൂട്ടിയിട്ടിരിക്കുന്നത്. നഗരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമല്ല ഇത്തരം മാലിന്യ കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നത്. മുമ്പ് കൊച്ചിയെ ഏറ്റവും ബാധിച്ചൊരു പ്രശ്നം എന്ന് പറയുന്നത് മാലിന്യം തന്നെയായിരുന്നു. മാലിന്യം നീക്കം ചെയ്യുന്നില്ല, മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നു. അതോടൊപ്പം കനത്ത മഴ പെയ്യുന്നതോടുകൂടി തന്നെ ചീഞ്ഞളിഞ്ഞ മാലിന്യങ്ങൾ റോഡുകളിലേക്ക് നിറഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. ആളുകൾക്ക് വഴി നടക്കാൻ പോലും കഴിയുന്നില്ല. അതിൽ നിന്നെല്ലാം
മാറ്റം വന്നു എന്നൊരു അവകാശവാദമായിരുന്നു കൊച്ചി കോർപ്പറേഷൻ മേയറും കൊച്ചി കോർപ്പറേഷൻ ഭരണകൂടവും എല്ലാം ആവർത്തിച്ചിരുന്നത്. കാരണം ബ്രഹ്മപുരത്തേക്ക് പോകുന്നില്ല, അത് ശേഖരിക്കുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്, സ്വകാര്യ കമ്പനികളെ ഇക്കാര്യങ്ങൾ ഏൽപ്പിച്ചു എന്ന് പറയുമ്പോൾ ആ സ്വകാര്യ കമ്പനികൾ ഇക്കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനോ അതനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാനോ കൊച്ചി കോർപ്പറേഷൻ തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോൾ അതിന്റെ വലിയൊരു വീഴ്ച തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാലിന്യ കൂമ്പാരങ്ങൾ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യാനുള്ള നടപടികൾ ഉണ്ടാകണം എന്ന് തന്നെയാണ് സാധാരണ ജനങ്ങളും ഇതിലൂടെ ദിവസേന കാൽനടയായി യാത്ര ചെയ്യുന്ന ആൾക്കാരും വാഹന യാത്രക്കാരും സമീപത്തുള്ള വീട്ടുകാരും എല്ലാം തന്നെ നിരന്തരമായി ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് കൊച്ചിയെ വീണ്ടും മാലിന്യ കേന്ദ്രമാക്കാൻ അനുവദിക്കില്ല എന്ന് ഇവരെല്ലാവരും തന്നെ ഒരേ സ്വരത്തിൽ പറയുകയും ചെയ്യുന്നു.